ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വെള്ളിയാഴ്ച വന്നെത്തിയിരിക്കുകയാണ്. കുറേ സിനിമകൾ റിലീസിന് തയ്യാറെടുത്തിരിക്കുകയാണ്. ആ റിലീസ് സിനിമകളൊക്കെ കാണുന്നതിന് മുമ്പ് ഇവരൊക്കെ ട്രെയിലറുകൾ ഇറക്കിയിട്ടുണ്ടല്ലോ. ആ ട്രെയിലറുകൾ എന്തിനാണ് ഇറക്കിയിരിക്കുന്നത്? നമ്മളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിവിധ ഭാഷകളിൽ ഭാഷാഭേദമന്യേ എല്ലാ ട്രെയിലറുകളും, അതായത് ബുക്ക് മൈ ഷോയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സിനിമകൾ, അതിൻ്റെ ട്രെയിലറുകൾ, അങ്ങനെ ഈ ആഴ്ച റിലീസാവുന്ന എല്ലാ സിനിമകളുടെയും ട്രെയിലറുകൾ കുത്തിയിരുന്ന് കണ്ടതിന് ശേഷം ഏതൊക്കെ സിനിമകളാണ് എന്നിൽ പ്രതീക്ഷ ഉണ്ടാക്കിയത് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റാണിത്. സാഡ്ലി ഈ ആഴ്ച ഞാൻ വിവിധ ഭാഷകളിലെ ട്രെയിലറുകൾ കണ്ടു നോക്കിക്കഴിഞ്ഞപ്പോൾ സാധാരണ നമുക്ക് ഏതെങ്കിലും ഒരു ഗുജറാത്തി പടം അല്ലെങ്കിൽ ഒരു ഭോജ്പൂരി പടം, അങ്ങനെ ഇതിലെന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന ഫീലൊക്കെ ജനറേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഈ ആഴ്ചത്തെ ട്രെയിലറുകളൊക്കെ കണ്ടു നോക്കിക്കഴിഞ്ഞപ്പോൾ ഛത്തീസ്ഗഡ് എന്നുള്ള സിനിമ വരെയുണ്ട്. ഈ സിനിമകൾക്കൊക്കെ ഇവർ ക്യാമറയും സംവിധായകനും ഇല്ലെങ്കിൽ പോലും ആ സിനിമയ്ക്ക് ഏറ്റവും അത്യാവശ്യം ഫാനും കരിയലയാണ് എന്ന് വിചാരിച്ച് ക്രിയേറ്റ് ചെയ്തതാണെന്ന് തോന്നിപ്പോകും. കാരണം ട്രെയിലർ തുടങ്ങുന്നത് തന്നെ നായകൻ്റെ കാലിങ്ങനെ വന്ന് മണ്ണിൽ ചവിട്ടുന്നു, അപ്പം തന്നെ കരിയില പറക്കുന്നു, പുള്ളി ഇടിക്കുമ്പോൾ കാറ്റടിക്കുന്നു. ഇത് തന്നെയാണ് ഈ ട്രെയിലറുകൾ. അതായത് പല ഭാഷകളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിനിമകളാണ്. ഓൾമോസ്റ്റ് എല്ലാം ഇതേ പരിപാടി തന്നെയാണ്. എന്നാൽ ആ സീക്വൻസുകളല്ലാതെ പ്രോമിസിംഗ് ആയിട്ടുള്ള യാതൊരു സംഭവവും ട്രെയിലറിൽ എവിടെയും കാണാനില്ല. അങ്ങനത്തെ കുറേ സിനിമകളാണ്. പലപ്പോഴും ചില മലയാളി ഓഡിയൻസ് പറയാറുണ്ട്, നമ്മുടെ മലയാള സിനിമ മാത്രം എന്താ ഇങ്ങനെ, മറ്റുള്ള ഇൻഡസ്ട്രീസൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന്. അപ്പോൾ ഇതുപോലെയുള്ള ചില സിനിമകളൊക്കെ കണ്ടു നോക്കണം. അല്ലെങ്കിൽ ബുക്ക് മൈ ഷോയിൽ കയറി നോക്കിയാൽ ഫ്രീ ആയിട്ട് ഈ ട്രെയിലറുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ധാരണ കിട്ടും മലയാള സിനിമ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന്. എന്തായാലും ഈ ആഴ്ച അങ്ങനെ കണ്ട ട്രെയിലറുകളിൽ എനിക്ക് താല്പര്യം തോന്നിയ ദി ബെസ്റ്റ് എന്നോ ഗംഭീരമെന്നോ അങ്ങനെ പറയാനുള്ള ട്രെയിലറുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കൂട്ടത്തിൽ താല്പര്യം തോന്നിയ ഒരു സിനിമ എന്ന് പറയുന്നത് രവി തേജയുടെ സിനിമയാണ്. അത് പറയുമ്പോൾ തന്നെ അറിയാലോ, ഒരു ടിപ്പിക്കൽ തെലുങ്ക് പടം കാണുക എന്ന് പറയുന്നൊരു മോട്ടീവേ എനിക്ക് ഇതിൻ്റെ അകത്തുള്ളൂ. അല്ലാതെ ഒരു ഗംഭീര സിനിമ വരാൻ പോകുന്നു എന്ന് പറയുന്നൊരു സംഭവമൊന്നുമില്ല. അനുപമ പരമേശ്വരനെ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ ഈ ഗൺസൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളാണ്, വെടിവെപ്പും പരിപാടികളൊക്കെയാണ്. അതിനൊരു രസമുണ്ട്. അത് ഈ പറയുന്ന ടിപ്പിക്കൽ തെലുങ്ക് പടങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നി. വിദേശ രാജ്യങ്ങളും അവർ യൂസ് ചെയ്യുന്ന ഗൺസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫൈറ്റ് കാര്യങ്ങളും ഒരുപാടൊന്നും ട്രെയിലർ കാണിച്ചിട്ടില്ല. അതായത് എന്തോ വരാനുണ്ട് എന്ന് പറയുന്നൊരു ഫീലാണ് ആ ട്രെയിലർ നിർത്തുന്നത്. ഒന്ന് കണ്ടു നോക്കണമെന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ടിപ്പിക്കൽ തെലുങ്ക് പടം എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് വൻ പ്രതീക്ഷകളൊന്നും അതിലില്ല. പിന്നെ ഒരു സിനിമ, ഒരു ജാപ്പനീസ് പടമാണ്. മോൺസ്റ്റർ എന്നാണ് ആ സിനിമയുടെ പേര്. അത് കാണാനുള്ള ആവേശം എനിക്കുണ്ടാവുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാൻസ് ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്ത മത്സരിച്ചൊരു സിനിമയാണ്. അവർക്ക് ആ ഫെസ്റ്റിവലിൽ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ അവാർഡും പിന്നെ വേറെന്തോ ഒരു അവാർഡും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സിനിമ. ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യമായി ഒന്നും മനസ്സിലായില്ല. മാത്രമല്ല ആ ട്രെയിലർ അത്ര ഒരു ഇംപ്രസീവ് ട്രെയിലറോ അല്ലെങ്കിൽ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇറക്കിയ ട്രെയിലറോ എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു ബേസിക് ഐഡിയ തരിക എന്നൊരു ഉദ്ദേശത്തിലാണ് അവർ ഇറക്കിയിട്ടുള്ളത്. ട്രെയിലർ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും ഇങ്ങനെ വലിയ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുള്ളൊരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണുള്ളത് എന്നറിയാനുള്ളൊരു സിനിമാ സ്നേഹിയുടെ ആവേശം ഉണ്ടല്ലോ, ആ ആവേശമാണ് മോൺസ്റ്റർ കാണാൻ എനിക്കുള്ളത്. ഇനി ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട്, ദി അയൺ ക്ലോ എന്ന് പറയുന്ന സിനിമയാണ്. 4 ബ്രദേഴ്സ്, അവരുടെ ലൈഫ്, പിന്നെ റെസ്ലിംഗ് സംഭവങ്ങളൊക്കെയാണ്. എനിക്ക് ആ ട്രെയിലറിൽ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തത് ഒന്ന് കാലഘട്ടം, അതിൻ്റെ കളറിങ് പരിപാടികൾ, വിഷ്വലി നല്ല രസമുണ്ടത്. പിന്നെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പെർഫോമേഴ്സ് നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് അത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ ആ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് വെച്ച് ഞാൻ അതിൻ്റെ ഒരു റിയൽ സ്റ്റോറി എന്താണ്, അതിൻ്റെ ബാക്കിലുള്ള പരിപാടികൾ എന്തൊക്കെയാണ് എന്നൊന്നും അന്വേഷിക്കാൻ മെനക്കെട്ടിട്ടില്ല. ട്രെയിലർ മാത്രം വെച്ചിട്ടാണ് പറയുന്നത്. അതിനകത്ത് കുറേ ഇമോഷണൽ പരിപാടികൾക്കുള്ള സാധ്യതകളുണ്ടെന്ന് തോന്നുന്നു. അതൊന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഒരു തമിഴ് സിനിമ ഈ ആഴ്ച റിലീസിന് എത്തുന്നുണ്ട്. ലവർ എന്നാണ് അതിൻ്റെ പേര്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അത്യാവശ്യം രസമുള്ളൊരു പടമായിരുന്നു. ഒരു വൻ സംഭവം പടമൊന്നുമല്ല, അത്യാവശ്യം രസമുള്ള ഒരു നൈസ് പടമായിരുന്നു അത്. ആ സിനിമയിൽ അഭിനയിച്ച നായകൻ തന്നെയാണ് ഈ സിനിമയിലും വരുന്നത്. ഇവിടെ 2 പേർ പ്രണയിക്കുന്ന 2 പേർ. ആ പെൺകുട്ടിക്കറിയാം ഈ ലൈഫ് സെറ്റാവില്ല, അല്ലെങ്കിൽ അവളുടെ ലൈഫിനോട് മാച്ച് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലുള്ള ആളല്ല ഇത്. ആരെങ്കിലും കുറവ് കൂടുതൽ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അവളുടെ ലൈഫ് സ്റ്റൈലിന് ചേരുന്ന ആളല്ല അവനും ഏകദേശം ആ ധാരണയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അവനത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. കളരിക്ക് പുറത്ത് പോവുകയില്ല, ആശാൻ്റെ നെഞ്ചത്ത് കയറുകയില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു പെർട്ടിക്കുലർ സീനിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് ഒരുപാട് പ്രണയബന്ധങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. സൈക്കോളജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമൊക്കെയാണ്. അപ്പോൾ അത് അവരെങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നറിയാനുള്ളൊരു ആഗ്രഹമുണ്ട്. ഓഡിയോ വിഷ്വൽ സൈഡും സംഭവം നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഹ്യൂമർ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ വളരെ സീരിയസ് ആയി ഈ പ്രണയബന്ധത്തിനെയൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ പറ്റുന്നൊരു ലെവലിലാണ് ആ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അതൊന്ന് കണ്ടു നോക്കണം. പിന്നെ ഒരു ഹിന്ദി സിനിമയുണ്ട്, തേരി ബാത്തോമേ ഏസാ ഉൽജാജിയ. ഷാഹിദ് കപൂറും കൃതി സനോണും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണ്. സിനിമയുടെ ട്രെയിലർ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് വീണ്ടും അത് തന്നെ എന്ന് തോന്നിയിരുന്നു. പക്ഷേ ട്രെയിലറിൻ്റെ ഒരു 10-15% കഴിയുമ്പോഴേക്കും അതിനകത്തൊരു ട്വിസ്റ്റിംഗ് എലമെൻറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കൃതി സനോണിൻ്റെ ക്യാരക്ടർ ഒരു റോബോട്ടാണെന്നൊക്കെ പറയുന്ന പോലത്തെ
അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ സാധ്യതകളുണ്ടെന്ന് തോന്നി. പക്ഷേ എക്സ്പ്രഷൻ വൈസ് ഒക്കെ ഈ റോബോട്ടാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഷോട്ടുകളിൽ മാത്രം ഒരു റോബോട്ടിക് ബിഹേവിയർ കൊടുത്തിട്ട് ബാക്കി സമയം മുഴുവൻ കൃതി സനോൻ സാധാരണ പോലെയൊക്കെ അഭിനയിക്കുന്നു എന്ന് പറയുന്നൊരു കാര്യം എനിക്ക് തോന്നി. ബട്ട് സ്റ്റിൽ ഒരുപാട് ഹ്യൂമറൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു സംഭവമാണ്. അത് അവരെങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന് അറിയാനും പിന്നെ ചുമ്മാ കണ്ട് ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പടം എന്നുള്ള രീതിയിലാണ് ഞാനതിനൊരു വൻ സീരിയസ് ആയിട്ട് കൃതി സനോൻ്റെ അഭിനയ സാധ്യതകൾ അങ്ങനെയൊക്കെ നോക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ആൻഡ് ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോഴും ചിരിക്കാനുള്ള എലമെൻറ്റുകൾ എത്രത്തോളം ഉണ്ട്, അത് ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിരിക്കാൻ ആഗ്രഹമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് നോക്കിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു തമിഴ് സിനിമ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്തിട്ടുള്ള ലാൽ സലാം എന്ന് പറയുന്ന സിനിമയാണ്. സംവിധായികയുടെ അച്ഛൻ രജനീകാന്ത് അഭിനയിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ആ സിനിമയ്ക്കുണ്ട്. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ ആ സിനിമ ഒരു വൻ ഹൈപ്പിൽ എനിക്കങ്ങനെ കാണാൻ പോകണം എന്നൊരു തോന്നൽ എന്നിലുണ്ടാക്കുകയോ ആ സിനിമയിൽ ഈവൻ രജനീകാന്തിനെ പോലും അങ്ങനെ ഒരു വൻ സംഭവമായിട്ട് കാണുക, അങ്ങനെ ഒരു ആവേശം നമുക്കുണ്ടാവുമല്ലോ. സാധാരണ രജനീകാന്തിൻ്റെ ഒരു സിനിമ വരിക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവേണ്ടുന്നൊരു ആവേശമൊക്കെ ഉണ്ട്. ഇത് സമ്പൂർണ്ണമായ ഒരു രജനീകാന്ത് സിനിമയൊന്നുമല്ല, എങ്കിൽ പോലും പുള്ളിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടും ആ ഒരു വലിച്ചിൽ എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ അത് കാണാൻ പോകണ്ടെന്ന് ഉള്ളൊരർത്ഥത്തിലല്ല പറയുന്നത്. ഒരു രജനീകാന്ത് ഭാഗമാവുന്ന സിനിമ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശമില്ലേ, ആ സാധനം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ അതൊന്ന് കണ്ടു നോക്കണമെന്നുണ്ട്. കുറേ പൊളിറ്റിക്കൽ സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനിയുള്ളതൊക്കെ മലയാള സിനിമകളാണ്. ഈ ആഴ്ച ആദ്യ ദിവസം കാണും എന്ന് ഞാൻ ടിക്കറ്റ് എടുത്ത് ഉറപ്പിച്ചിരിക്കുന്ന സിനിമകളിൽ ഒന്ന് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ടൊവിനോ തോമസ് സിനിമയാണ്. ഒരു പോലീസ് സിനിമ, പിന്നെ മറ്റൊരു കാലഘട്ടം, അതായത് നമ്മുടെ ഈ ടെക്നോളജിയൊക്കെ വന്ന് കയറി നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സെൽഫോണിൻ്റെ സിഗ്നൽ വെച്ച് പിടിക്കാം, അല്ലെങ്കിൽ CCTV ഫുട്ടേജ് വെച്ച് പിടിക്കാം എന്നൊക്കെ പറയുന്ന പോലെ ടെക്നോളജിയുടെ സപ്പോർട്ടൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സിനിമ എന്നാണ് ആ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ആ ട്രെയിലറിൽ ഒരു സ്ഥലത്ത് ഒരു സിനിമയുടെ പോസ്റ്റർ കാണുന്നത് വിജയകാന്ത് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയുടെ പോസ്റ്ററൊക്കെയാണ്. അപ്പം അറിയാലോ ആ ഒരു കാലഘട്ടമൊക്കെ ആയിരിക്കും. അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ അതിൻ്റെ വിഷ്വൽ സൈഡ് എനിക്ക് രസമായിട്ട് തോന്നി. നല്ല വിഷ്വൽ സംഭവമൊക്കെയാണ്. പിന്നെ ഈ പറയുന്ന പെർഫോമേഴ്സ് എന്നൊക്കെ പറയുന്നത് ടൊവിനോയുടെ പെർഫോമൻസിൽ ഒരു ചേഞ്ച് ഉണ്ട്. അതായത് സാധാരണ ചെയ്യുന്ന ആ ഒരു സാധനങ്ങളിൽ നിന്ന് മാറിയിട്ട് എന്തൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൽ അന്വേഷണം, അതിൻ്റെ കണ്ടെത്തൽ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഇതിന് ഇമോഷൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഈ പറയുന്ന ടെക്നോളജിക്കൽ സംഭവങ്ങളൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ അന്വേഷണം കുറച്ച് സ്ലോ ആയിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ആ കാലഘട്ടത്തിൽ. അപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും പോവുക. അതിൻ്റെ കൂടെ കുറേ ഇമോഷണൽ സംഭവങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു ഡിഫറെൻറ്റ് സിനിമ എന്നുള്ള രീതിയിൽ അന്വേഷിപ്പിൻ കണ്ടെത്തും ഞാൻ കാണാൻ തീരുമാനിച്ചിട്ടുള്ള സിനിമയാണ്. അടുത്തത് പ്രേമലു എന്ന് പറയുന്ന സിനിമയാണ്. ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്യുന്ന സിനിമ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ തണ്ണീർമത്തൻ ദിനങ്ങൾ, അതിലെ നായകനും നായികയൊക്കെ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമ സൂപ്പർ ശരണ്യ വന്നു കഴിഞ്ഞപ്പോൾ അതിലെ നായിക കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈദരാബാദിൽ ജോലിക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള നായകനും നായികയൊക്കെയാണ്. ആ ഒരു വളർച്ച അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് സംഭവിക്കുന്നു. കഥാപാത്രങ്ങളൊക്കെ സിമിലർ അല്ലെങ്കിലും പ്രായത്തിൻ്റെതായിട്ടുള്ള ഓരോ സിനിമ കഴിയുമ്പോഴും പ്രായം ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ അടുത്ത സിനിമയിൽ മിക്കവാറും കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള നായകനും നായികയും എന്ന് പറയുന്നൊരു പാറ്റേൺ ചിലപ്പോൾ സംഭവിച്ചേക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത നസ്ലൈനും രണ്ടാമത്തെ സിനിമയിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത മമിതയുമാണ് ഈ സിനിമയിൽ നായകനും നായികയും ആക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ മാത്യു ഉണ്ട്, വേറെയും നമ്മൾ ഇതിനു മുമ്പ് പല സിനിമകളിൽ കണ്ടിട്ടുള്ള താരങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ അത്യാവശ്യം നല്ല പെർഫോമേഴ്സാണ്. ആൻഡ് ട്രെയിലറും അത്യാവശ്യം ഹ്യൂമർ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളൊരു സംഭവമൊക്കെ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വൻ ആവേശം തിയേറ്ററിൽ പോയി കാണാമെന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ആവേശത്തിലേക്ക് ട്രെയിലർ എന്നെ എത്തിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരു കൊച്ചു പടം, കുറച്ച് ചിരിക്കാനും രസമായിട്ടിരുന്ന് കാണാനും പറ്റുന്ന ഒരു കൊച്ചു സിനിമ എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അടുത്ത സിനിമ അതിലെ താരങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു കൊച്ചു സിനിമ തന്നെയാണ്. പക്ഷേ ഒരുപാട് രസമുള്ള പരിപാടികൾ പിടിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ജെറി എന്ന് പറയുന്ന സിനിമ ഒരു എലി തന്നെയാണ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ അതിലൊരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. അടുത്തടുത്തുള്ള രണ്ട് വീടുകൾ, അവരങ്ങോട്ടും ഇങ്ങോട്ടും ജഗടയാണ്, സ്ഥിരം അടിയും വഴക്കമൊക്കെയുള്ള രണ്ട് വീട്ടുകാർ. അതിലൊരു വീട്ടിലേക്ക് ആ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് പോയ കുട്ടിയും അവളുടെ ഭർത്താവും കൂടി ആദ്യമായിട്ട് വരികയാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ. അപ്പോൾ അവിടെ കുറേ ആളുകളുണ്ടാവും. അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിലൊരു ഇഷ്യൂ ഉണ്ടാവുന്നു. അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. രസമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന, വളരെ ലോക്കലായിട്ട് രണ്ട് വീടുകൾ, ഒരു ചെറിയ പ്രദേശം എന്നൊക്കെ പറയുമ്പോൾ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഹ്യൂമർ എലമെൻറ്റുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ വളരെ രസകരമായി അവർ അവതരിപ്പിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ജെറി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ ആഴ്ച കാണണം എന്നൊരു തോന്നൽ എന്നിൽ ഉണ്ടാക്കിയ സിനിമകളുടെ ട്രെയിലറുകൾ. ഇതിൽ ചില സിനിമകളൊന്നും ഇവിടെ റിലീസ് ഉണ്ടായെന്ന് വരില്ല. നിങ്ങൾ ഈ ആഴ്ച ഏതൊക്കെ സിനിമകളാണ് കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്? അത് വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമോ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.